ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ഡയറക്റ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. നോക്കാം ഇന്നത്തെ നിങ്ങളുടെ അനുഗ്രഹങ്ങൾ എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്. നെവർ എൻഡിങ് സ്റ്റോറിയാണ് ഇതിൽ. നമ്മുടെ ജീവിതം എന്ന് പറയുമ്പം ഒന്ന് കഴിയുമ്പോൾ ഒന്ന്, അടുത്ത്, അത് കഴിയുമ്പോൾ അടുത്ത്, അങ്ങനെ ഒരു ചെയിനായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് ചിന്തിച്ചിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ കുറേ പ്രശ്നങ്ങൾ വന്ന് അതൊന്ന് മാറി ഒന്ന് റിലാക്സ് ചെയ്ത് ഒന്നൊരു നല്ല ഒന്നൊരു സമാധാനത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രശ്നം, അപ്പോൾ അത് വീണ്ടും ഒന്ന് എങ്ങനെയെങ്കിലും ആ ഒരു പ്രശ്നത്തിൽ നിന്നും കരകയറി വരുമ്പോൾ അടുത്ത പ്രശ്നം. അപ്പോൾ ഇത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഒരു സമയവും ഈ പൂർണ്ണമായ ഒരു സ്വസ്ഥതയിലേക്ക് എത്താൻ പറ്റാത്ത കുറേ ആൾക്കാർ ഇതിനകത്തുണ്ട്. അപ്പം ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ എന്തും ഇത് ഈ ഒരു ചെയിനായിട്ട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കാനുള്ളത്, നമ്മൾ ഒരുപാട് കർമ്മയായിട്ട് വരുന്ന ആൾക്കാരാണ്. നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ എന്താണ് ചെയ്തതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഒരുപാട് കർമ്മഭാരങ്ങൾ നമ്മളുടെ തലയിലുണ്ടായിരിക്കും. ഇതെല്ലാം അനുഭവിച്ച് നമ്മൾ തലയിൽ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഈ ഒരു ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്തു വെച്ച ഒരു കാര്യമാണ്. ചില വ്യക്തികൾ നമ്മൾക്ക് ഉപദ്രവങ്ങൾ തരുന്നുണ്ടെങ്കിൽ ഈ വ്യക്തികളോട് നമ്മൾ തന്നെ ഏതൊക്കെയോ ജന്മങ്ങളിൽ ചെയ്തു വെച്ച കാര്യം ആ ഒരു വ്യക്തി ഈ ഒരു സമയം നമുക്ക് ചെയ്യുന്നു. ഇങ്ങനെ ഒന്ന് തിരിച്ചറിവുണ്ടായാൽ നമുക്ക് കുറേ കാര്യങ്ങൾക്ക് നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റും. കുഴപ്പമില്ല, നമ്മുടെ കർമ്മ റിലീസ് ആയി പോണതാണല്ലോ എന്നൊക്കെ വിചാരിച്ച് സമാധാനിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിലും ഇതെന്ന് തീരും എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇതിനകത്തുള്ളത്. നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക. എന്തായാലും ഈ ആത്മീയതയിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കുറേ എക്സ്പീരിയൻസസ് ഉണ്ടാകും. അതുകൊണ്ട് പല ആൾക്കാരും പ്രാർത്ഥന തുടങ്ങി, ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമമൊക്കെ ചൊല്ലി തുടങ്ങി. നിങ്ങൾ എന്തെങ്കിലും ഉപാസനാ മാർഗമൊക്കെ സ്വീകരിച്ചു കഴിയുമ്പം ഒരുമിച്ച് നിങ്ങൾക്ക് പ്രശ്നങ്ങളുടെ ഒരു പെരുമഴ തന്നെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇത് നിർത്തും, പകുതി അങ്ങ് കൊണ്ട് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇത് തുടങ്ങുമ്പോഴാണ്. ഇത് തുടങ്ങുമ്പോൾ വരുന്നത് അത് നമുക്ക് അത്രയും ഒരു ക്ലെൻസിങ് നടക്കണോണ്ടാണ്. ഫാസ്റ്റ് ആയിരിക്കും. നമ്മൾ പതിയെ പതിയെ തീരുന്ന കാര്യം പെട്ടെന്ന് തീരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അത് നിങ്ങൾ തിരിച്ചറിയണം. ടു ദ സീ ആണ് വന്നിട്ടുള്ളത്. നിങ്ങളൊരു യാത്രയിൽ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം കടലിൽ കൂടെ ഉള്ള ഒരു യാത്രയിലാണ്. അപ്പോൾ ഈ ഒരു യാത്രയിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കുറച്ച് റിസ്കിയാണ്, പ്രത്യേകിച്ചും കടൽ യാത്ര എന്ന് പറയുന്നത് കുറച്ച് റിസ്കിയാണ്. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെയുള്ളൊരു യാത്രയിലാണ്. അപ്പോൾ അതിൽ ചതി പറ്റാം, അബദ്ധങ്ങൾ പറ്റാം. അതിൽ ചിലപ്പം കപ്പൽ അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്ന ഒരു വാഹനം താണു പോകാം. ഇതൊക്കെയും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതിന്നൊക്കെ ഓവർകം ചെയ്യാൻ നമുക്കുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് ആ ഒരു ഈശ്വര ചിന്ത മാത്രമാണ് എന്നുള്ളതാണ്. ഈ കടലിൽ കൂടെ പോയാലും അവിടെ ഈ ഒരു കപ്പലങ്ങ് താണു പോയാലും നമ്മളെ കൈപിടിക്കാൻ ഒരാളുണ്ടാകും എന്നുള്ളൊരു വിശ്വാസം വരും നമുക്ക്. ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിലീഫ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് വിശ്വാസം വരും. ഈ കാറും കോളും വന്ന് ഇത് അഥവാ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പറ്റിയാലും എൻ്റെ കൈ പിടിക്കാൻ ഒരാൾ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു ചിന്ത നിങ്ങൾക്ക് വേണം. അത് ഉറപ്പിക്കണം എന്നാണ് ഇതിനകത്ത് കാണുന്നത്. ഇതിനകത്തൊരു ഡയറക്ഷൻ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ഈ ഒരു ബോട്ടില് ഇത് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളൊരു ഡയറക്ഷൻ ആൾറെഡി ഉണ്ട്. അത് ദൈവത്തിന്റെ ഒരു ഡയറക്ഷനാണ്. നമ്മൾ ആ ഒരു ഡയറക്ഷൻ വഴി നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രാർത്ഥിക്കണം. ഈ ഡയറക്ഷൻ കാണാത്തവരാണ് ഈ പ്രശ്നം വരുന്നത്. പക്ഷെ ഈ ഡയറക്ഷൻ കാണുന്ന ആൾക്കാർക്ക്, മനസ്സിലാകുന്ന ആൾക്കാർക്ക് അത് മനസ്സിലായിക്കോളും ഇത് വഴി ഏതാണ്. അപ്പൊ നിങ്ങൾക്ക് വഴികാട്ടിയായിട്ടുള്ള ഒരാളുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ
ശരിക്കും ഒരുപാട് വിഷമത്തിലേക്ക് പോകണ്ട. നിങ്ങൾ പോണ വഴിയിൽ നിങ്ങൾക്ക് വഴികാട്ടിയായിട്ടുണ്ട് ആളുണ്ട് എന്ന് മനസ്സിലാക്കുക. റൗണ്ട് ആൻഡ് റൗണ്ട് ആണ് വന്നിട്ടുള്ളത്. ഇതിലിങ്ങനെ ഇങ്ങനെ വീണ്ടും 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 ചുറ്റിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിലെല്ലാം തന്നെ കാണുന്നത് നമ്മൾ ഇതിന്ന് പുറത്ത് വരാൻ പറ്റാത്ത ഈ ചുരുളെല്ലാം അകത്തോട്ടാണ് ഈ ചുരുളുന്നത്, നമ്മൾ പുറത്തോട്ടല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ചുരുളിൽ നിന്ന് പുറത്ത് കടക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മളുടെ കുറേ കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷനാണ് ഈ ഒരു കാര്യം. വീണ്ടും 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 ആ ഒരു ചുരുളുകൾ വന്ന് നമ്മളെ മൂടുന്നു, അല്ലെങ്കിൽ അകത്തോട്ട് തന്നെ ചുരുളുന്നു. ഇതിനകത്ത് നമ്മൾ എറിയിരിക്കുകയാണ്. ഇതിൽ നിന്ന് പുറത്തിറങ്ങാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളത് നമ്മൾ ആലോചിച്ചിങ്ങനെ വിഷമിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ റൗണ്ടിനകത്തുനിന്ന് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തത് എന്ന്. തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ ഏതവസ്ഥയിലാണോ ഇരിക്കുന്നത്, നിങ്ങൾ ചിലപ്പോൾ എല്ലാം കൊണ്ടും ഒരു ട്രാപ്പിലായി പോയ പോലത്തെ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ഉള്ളതെങ്കിലും നിങ്ങൾക്ക് കൃത്യമായിട്ടും ഈ എന്താണ് ഇതിന് പറയുന്നത്, നമുക്ക് ഈ കപ്പലിലൊക്കെ ഉള്ളൊരു കാര്യമുണ്ടല്ലോ, ദിശ കാണിക്കുന്ന ഒരു കാര്യം, എൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ. ആ ഒരു കാര്യം നിങ്ങൾക്കുണ്ട്, നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പം അത് നിങ്ങളെ വഴി കാണിച്ചോളും എന്നുള്ളതാണ്. ഇതൊരു കൺഫ്യൂഷൻ്റെ എനർജിയാണിത്. വീണ്ടും വീണ്ടും ചുരുളുകൾ അഴിക്കുന്നോറും വീണ്ടും അതിങ്ങനെ ചുരുണ്ടുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മളുടെ ചിന്തകളാണ്. ആ ചിന്തകൾക്ക് ക്ലാരിറ്റി വേണം. അപ്പം അതിന് നമ്മളുടെ ഉള്ളിലേക്ക് നോക്കണം. നമ്മൾ ഈ പുറത്ത് നോക്കുമ്പോഴാണ് നമുക്ക് ക്ലാരിറ്റി കിട്ടാത്തത്. നമ്മളുടെ ഉള്ളിലേക്ക് നോക്കണം. ഈ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം നമ്മൾ തന്നെയാണെന്ന് നമുക്ക് തിരിച്ചറിവ് ഉണ്ടാകണം. ബ്ലെസ്ഡ് ആണ്. അപ്പം ഇതിൽ നിങ്ങൾ ശരിക്കും ഒരു ബ്ലെസ്ഡ് സോളാണെന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ട്, നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഒരു ഏഞ്ചലിക് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇവിടെ ഒരു സ്റ്റാർ ഉണ്ട്, ഒരു ഏഞ്ചലുണ്ട്. അപ്പം ഈ ഒരു ഏഞ്ചൽ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ടും നമ്മളുടെ പ്രാർത്ഥനയും മെഡിറ്റേഷനും ഒക്കെ ഇത് കാണുന്ന എല്ലാവരും ഒരു സ്പിരിച്വലായിട്ടുള്ള ആൾക്കാരായതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. നിങ്ങൾ പകുതി വെച്ചിട്ട് ഒരു കാര്യവും പകുതി വെച്ചിട്ട് പോകാതിരിക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് ആത്മീയമായ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത് അത് നമ്മൾ ക്ലെൻസിങ് നടക്കുന്നത് കൊണ്ടാണ്. നമ്മളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, നമുക്ക് സ്വസ്ഥതയില്ലാത്ത കുറേ ആൾക്കാർ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് പോകും. ഒരു ചെയിൻ ഓഫ് പീപ്പിൾ നമ്മളിലേക്ക് വന്ന് നമ്മളെ ബുദ്ധിമുട്ടിക്കും. ഒരു മാല പോലെ ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇതൊക്കെയും ഇതിൻ്റെ ഈ ഒരു സ്പിരിച്വൽ ആകുന്നതിൻ്റെ ഭാഗമായിട്ടാണ്, നിങ്ങൾ ക്ലെൻസിങ് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം അത് എപ്പോഴും നിങ്ങൾ തിരിച്ചറിയണം എന്നാണ് പറയുന്നത്. നൈൻ ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. ഇതിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. കുറേ മുറിവ് പറ്റി എന്നുള്ളതാണ്. വെയിറ്റ് ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരുപാട് മുറിവ് പറ്റി. നിങ്ങൾ ഈ മെഴുകുതിരി ഉരുകി നിങ്ങളുടെ കയ്യിൽ വീണ്ടും നിങ്ങൾ പൊള്ളിക്കൊണ്ടേയിരിക്കുന്നു. എന്നിട്ടും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും സെയിം ആ പാറ്റേൺ തന്നെ ആവർത്തിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ശരിക്കും നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു കാര്യം അത് നിങ്ങളെ തന്നെ മുറിവേൽപ്പിക്കുകയും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ്. ഇവിടെ ഒരു ലേഡി കയ്യിൽ മെഴുകുതിരി കത്തിച്ച് നിറയെ കയ്യിൽ മുറിവുകളുമായിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ്. ഇത്രയും മെഴുകുതിരികൾ കത്തിച്ച് മുറിവായി, എന്നിട്ടും അവരത് വീണ്ടും അത് തന്നെ ചെയ്തിരിക്കുന്നു. അതിൻ്റെ അർത്ഥം നിങ്ങൾ സെയിം പാറ്റേൺ തന്നെ തുടരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരിക്കലും മാറി ചിന്തിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മാറി ചിന്തിച്ചാൽ പോലും നിങ്ങൾക്കത് മാറി പ്രവർത്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ജീവിതത്തിൽ എന്ത് കാര്യമാണ് തുടങ്ങിയത്, അപ്പൊ അത് തന്നെയാണ്, ആ ഒരു വഴിയിലൂടെ തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും പോണത്. നിങ്ങൾക്കത് മാറാൻ പറ്റുന്നില്ല, നിങ്ങളത് അവിടെ ഫിക്സ് ആയിരിക്കുന്നു. നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത കാര്യം വീണ്ടും ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇത് ഈ ഒരു കാര്യം, നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം സ്റ്റോപ്പ് ചെയ്യേണ്ട സമയമായി.
ആ ഒരു കാര്യം അത് ബ്രേക്ക് ആകേണ്ട സമയമായി. അപ്പോൾ ആ ഒരു കർമ്മ നിങ്ങളിൽ നിന്ന് തീരേണ്ട സമയമായി. അത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ അത് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാനാണ്. ഏസ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് ഇതിൽ. നിങ്ങൾക്കൊരു അബണ്ടന്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഒരുപാട് പൈസ കിട്ടുന്ന തരത്തിലുള്ള എന്തോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്നുണ്ട്. ഒന്നുകിൽ അത് നിങ്ങളുടെ ഒരു വസ്തു കച്ചവടം ചെയ്യുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ക്രയവിക്രയം നടത്തുന്നതിലൂടെ ഒരു പൈസ നിങ്ങളിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് വിൽക്കാനുള്ള എന്തെങ്കിലും കാര്യം കുറേ കാലം കൊണ്ട് നിങ്ങൾ വിൽപ്പന നടക്കാതിരുന്നൊരു കാര്യം നിങ്ങൾക്ക് വിൽക്കുന്നുണ്ട്. ചിലപ്പോൾ ഇതൊരു വിൽപ്പന നടത്തുന്നതിലൂടെ അല്ലെങ്കിൽ ഒരു ബ്രോക്കർ പോലത്തെ ഒരു കാര്യത്തിലൂടെ, റിയൽ എസ്റ്റേറ്റ് പോലത്തെ ഒരു കാര്യത്തിലൂടെ നിങ്ങൾക്ക് പൈസ വരാനുള്ളൊരു സാധ്യതയുണ്ട്. മാത്രമല്ല, ഒരു പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന പുതിയൊരു ഐഡിയ, ഒരു ബിസിനസ് ഐഡിയ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് എന്നും കാണുന്നുണ്ട്. ഇതില് 6 ഓഫ് കപ്പിന്റെ എനർജിയാണ്. പാസ്റ്റില് നിങ്ങൾ ചെയ്തിരുന്ന ഏറ്റവും നിങ്ങളെ സന്തോഷിപ്പിച്ചിരുന്ന ഒരു കാര്യം വീണ്ടും നിങ്ങൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഇതില് നിങ്ങൾ ഏറ്റവും സന്തോഷിച്ചിരുന്ന ഒരു കാര്യം, നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം, പാസ്റ്റിൽ കുറച്ചു കാലം ചെയ്തിരുന്ന ഒരു കാര്യം, ഈ ഒരു സമയം വീണ്ടും നിങ്ങൾ അത് റീസ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ ചിലപ്പം നിങ്ങൾ എന്തെങ്കിലും കാര്യം നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് തുടങ്ങിയ എന്തെങ്കിലും ഒരു കാര്യം എപ്പോഴെങ്കിലുമൊക്കെ അത് സ്റ്റോപ്പായി പോയി, അതിന് അനുകൂലമായ സാഹചര്യം അല്ലാതെ അത് സ്റ്റോപ്പ് ചെയ്തെങ്കിൽ അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളെ ഏറ്റവും സന്തോഷിപ്പിച്ചിരുന്നൊരു കാര്യമാണത്. നിങ്ങൾ ഏറ്റവും കംഫർട്ടബിൾ ആയിരുന്നൊരു കാര്യമാണ്. ആ ഒരു കാര്യം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്നു എന്നാണ്. ഹൈറഫൻ്റ് ആണ്. ഒരു സ്പിരിച്വൽ ഗൈഡൻസ് എടുക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക്. നിങ്ങളുടെ ഒരു കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം ഒരു സ്പിരിച്വൽ ഗൈഡൻസ് എടുക്കുന്നതായിരിക്കും. ചിലപ്പോൾ അത് യൂട്യൂബിലുള്ള ഒരു ടാരോ റീഡിങ്ങോ ഒരു അസ്ട്രോളജിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യത്തിലൂടെ നിങ്ങൾക്ക് അല്ലാതെ തന്നെ ഒരു ഗൈഡൻസ് ഇന്നത്തെ ദിവസം കിട്ടിയേക്കാം. ചിലപ്പോൾ ഒരു ഫോർവേഡ് മെസ്സേജിലൂടെ നിങ്ങൾക്കൊരു ഇത് കിട്ടാം. അങ്ങനൊരു നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് നിങ്ങൾ അർഹിക്കുന്ന ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നു, കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് കിട്ടുന്നു എന്നാണ് കാണുന്നത്. സിക്സ് ഓഫ് പെന്റാക്കിൾസിന്റെ എനർജിയാണ്. നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത നല്ല കാര്യങ്ങൾ, മറ്റുള്ളവരെ സഹായിച്ചതാകാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരുപാട് എഫേർട്ട് ഇട്ട് ഒരു സ്ഥാപനം തുടങ്ങുകയോ ഒക്കെ ചെയ്തതാകാം. അതിനുള്ള ഒരു ഫലം നിങ്ങൾക്ക് ഈ ഒരു സമയം കിട്ടുന്നു. ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ് നിങ്ങളുടെ കർമ്മ. നമ്മൾ നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ നല്ല കാര്യമായിട്ട് തന്നെ അത് ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ ഇതൊരു കർമ്മഫലം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഒരു എനർജിയാണ്. 3 ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇതില്. ഇപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ ചിലപ്പം എന്തെങ്കിലും സഹായം ആവശ്യമുള്ള ആൾക്കാർക്ക് നിങ്ങളൊരു സഹായം ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുള്ള ഒരാളിനെ നിങ്ങളുടെ കൂടെ ചേർക്കുന്നതാകാം. നിങ്ങളുടെ എനർജി ലെവലുമായിട്ടുള്ള ആൾക്കാർ, അത് ചിലപ്പോൾ ചില ആൾക്കാർ നമുക്ക് ഇപ്പം നടക്കാൻ വയ്യാത്തതോ അല്ലെങ്കിൽ ഒരു വലിയ യാത്ര ചെയ്യാൻ പറ്റാത്തതോ ഒക്കെ ഉള്ള ആൾക്കാരെ നിങ്ങൾ ഇന്നത്തെ ദിവസം അവരുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾ അവരെയും കൂടെ ചേർത്ത് കൊണ്ടുപോകുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അപ്പം അവരെയും കൂടെ സന്തോഷിപ്പിക്കാമല്ലോ. ഇപ്പം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. ചിലപ്പോൾ ശാരീരിക അസ്വസ്ഥതകളുള്ള ആൾക്കാർ, ചിലപ്പോൾ നടക്കാൻ പറ്റാത്ത ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ കൂടെ, ചിലപ്പോൾ അവർക്ക് യാത്ര ചെയ്യണമെന്നോ നിങ്ങളെ കാണണമെന്നോ ഒക്കെയുള്ള ആഗ്രഹമുള്ള ആൾക്കാർ നിങ്ങളുടെ ഇന്നത്തെ ദിവസം നിങ്ങൾ അവരെയും ചേർക്കുന്നു. കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും അവരെയും കൂടെ നിങ്ങളുടെ ഇതിലേക്ക് ചേർക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. വേൾഡ് കാർഡാണ് വന്നിട്ടുള്ളത്. ഒരുപാട് സ്ട്രഗിളിങ്ങിന് ശേഷം നിങ്ങൾക്കൊരു സന്തോഷവും സംതൃപ്തിയൊക്കെ തോന്നുന്ന ഒരു സമയം. ചിലപ്പോൾ രാവിലെ മുതൽ കുറച്ച് പ്രശ്നങ്ങളായിരിക്കാം, പക്ഷെ രാത്രി നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന സമയമാ ഞാൻ റിലാക്സ്ഡ് ആണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡോടെ കിടന്നുറങ്ങാൻ പറ്റും ഇന്നത്തെ ദിവസം.
ചില ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം ട്രാവലുണ്ട്, ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു ട്രാവൽ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഈ റീഡിങ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച കുറേ കാര്യങ്ങൾ ചിലപ്പോൾ ദൈവമായിട്ട് തന്നെ നിങ്ങളിലേക്ക് ഒരു ഗിഫ്റ്റ് പോലെ കൊണ്ടുതരും. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ ഒരു ഫുൾഫിൽമെന്റിന്റെ ഒരു എനർജിയാണ്, ഒരു പരിവർത്തനത്തിന്റെ എനർജിയാണ്. നിങ്ങൾ ആത്മീയപാതയിൽ നിങ്ങൾക്കൊരു പരിവർത്തനം വരുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരിക്കാം. നിങ്ങൾ വിശ്വസിക്കാതിരുന്ന ഒരുപാട് കാര്യങ്ങൾ വിശ്വസിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കാം. പല സ്പിരിച്വൽ എക്സ്പീരിയൻസസും നിങ്ങൾ പാസ്റ്റിൽ ചിലപ്പം വേറും തമാശയായിട്ട് തള്ളിക്കളഞ്ഞ കുറേ കാര്യങ്ങൾ നിങ്ങളിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ദൈവം വിചാരിക്കും. കാരണം നിങ്ങളത് അല്ലാതെ മറ്റുള്ളവർ പറയുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുമ്പോൾ എനിക്കിതൊക്കെ അനുഭവം വരട്ടെ എന്നാൽ മാത്രമേ ഞാൻ വിശ്വസിക്കുള്ളൂ എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് അങ്ങനെയുള്ള സ്പിരിച്വൽ എക്സ്പീരിയൻസ് കിട്ടുന്നു എന്നാണ് ഇതിനകത്ത് കാണുന്നത്. നമുക്കിതിൽ കൂടി കുറച്ച് കാർഡ്സ് എടുക്കാം. ലില്ലിയാണ് സ്പിരിച്വൽ ലവ്. അപ്പം നമ്മൾ നേരത്തെ കിട്ടിയതും സ്പിരിച്വൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. നിങ്ങൾ ആത്മീയതയെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ അതിലേക്ക് ഒന്ന് ആണ്ടു പോകുന്ന എനർജിയാണ്. നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെയും മാറ്റി വെച്ച് ഇതിലൊരു സന്തോഷമൊക്കെ ഒരു നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പം പലപ്പോഴും പല ആൾക്കാരും മെഡിറ്റേഷനിൽ പൂർണ്ണതയിലെത്താൻ പറ്റാറില്ല. കാരണം നിങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ ചിന്തകൾ വരുമെന്ന് പറയും. നമുക്ക് ഏറ്റവും അനുഭൂതി തരുന്നൊരു സംഗതിയാണ് മെഡിറ്റേഷൻ. നമുക്കത് ഇങ്ങനെ മതിയാവാത്ത ഒരു ഫീലിങ്സ് ഉണ്ടാവും. അതിന് നിങ്ങൾ ആദ്യം പ്രാണായാമം ചെയ്യുക, കപാൽഭാതി ചെയ്യുക, അനുലോം വിലോം ചെയ്യുക, നിങ്ങൾ ചന്ദ്ര സൂര്യ പ്രാണായാമം ചെയ്യുക. ഇതൊക്കെ നിങ്ങളൊന്ന് യൂട്യൂബിൽ നോക്കണം കേട്ടോ, എങ്ങനെയാണ് കപാൽഭാതി ചെയ്യുന്നത്, അനുലോം വിലോം എങ്ങനെയാണ്. അപ്പം ഇതൊക്കെ നിങ്ങൾ ചെയ്ത് ഓരോ ബ്രീത്തിങ് എക്സർസൈസും നിങ്ങളൊരു 11 തവണ വീതം ചെയ്തതിന് ശേഷം നിങ്ങൾ മെഡിറ്റേഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വല്ലാത്തൊരു അനുഭൂതി തരും നിങ്ങൾക്ക്. അപ്പോഴാണ് നമ്മൾ ഈ സ്പിരിച്വാലിറ്റിയെ സ്നേഹിക്കാൻ തുടങ്ങുന്നത്. അപ്പോഴാണ് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നമ്മൾ അതിൽ മാത്രം ഒരു നത്തിങ്നെസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക്, ഒരു ചിന്തകളില്ലാത്ത ഒരവസ്ഥയിലേക്ക്, അതാണ് തുരീയം. ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നാണ് കാണുന്നത്. ഈ തുര്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ സാറ 4ാം പതിപ്പ് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ആ പുസ്തകത്തിന്റെ ഒത്തിരി ആൾക്കാർക്ക് ഒരുപാട് പ്രയോജനപ്പെട്ട ഒരു പുസ്തകമാണ് ഈ തുരീയം. അപ്പോൾ നിങ്ങൾ ആ ഒരു ബുക്ക് വേണമെന്നുള്ളൊരു ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു ആ ബുക്കിലൂടെ മെഡിറ്റേഷൻ്റെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. കാരണം പതഞ്ജലി മഹർഷിയുടെ ആ ഒരു യോഗസൂത്രത്തിലുള്ള കുറേ കാര്യങ്ങൾ സാറ് അത് ശരിക്കും അങ്ങനെ തന്നെ ലളിതമായ രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു വളരെ അനുഗ്രഹമായിട്ടുള്ളൊരു പുസ്തകം തന്നെയാണ് കേട്ടോ. മെഡിറ്റേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അപ്പോൾ അതൊക്കെ സാർ അതിലൂടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വാങ്ങി വായിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതെന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ ആ ബുക്കിൻ്റെ സാറിൻ്റെ നമ്പർ തരാം. സ്പിരിച്വൽ ലവ് ആണ്. അപ്പം ഇത് നമുക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു കാർഡാണ് കേട്ടോ. നമ്മൾ ആത്മീയതയെ സ്നേഹിക്കുന്നു, നമ്മൾ സ്പിരിച്വൽ ആണെന്ന് തിരിച്ചറിയുന്നു, അപ്പോൾ നമുക്ക് ആ ഒരു അനുഭൂതിയിൽ ഇരിക്കാൻ പറ്റുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഇന്നത്തെ ദിവസം കിട്ടുമെന്നാണ് കാണുന്നത്. ലാഡറാണ്, ക്ലൈംബിങ് ടുവേർഡ്സ് സക്സസ് ആണ്. അപ്പം നിങ്ങൾ സക്സസ്സിലേക്ക് കുതിച്ചു പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ കയറി പോകുന്നുണ്ട്, സക്സസ്സിലേക്കാണ് നിങ്ങളുടെ ഒരു യാത്ര. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഈ മുകളിലോട്ട് പോകുമ്പോൾ എന്തായാലും കുറേ ഇതൊക്കെ ഉണ്ടാവും, കുറേ ദുർഘടം പിടിച്ച വഴികളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ അവഗണിച്ച് ശക്തിപൂർവ്വം നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക. നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ഇന്നത്തെ ദിവസം ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.